ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സ്കൂളിൽ വരണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളും സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളുമായിട്ടുള്ള 2-3 പേര് എൻ്റെ കൂടെ ഇവിടെ വന്നു. അത് ഒന്ന് അഷോക അദ്ദേഹം എൻ്റെ സീനിയറായിട്ട് സ്കൂളിൽ പഠിച്ചാണ്. പക്ഷേ കമൽ എന്ന് പറയുന്ന ഒരു ചലച്ചിത്രകാരനെ രൂപപ്പെടുത്തുന്നതിന് പുറകിൽ ഈ മനുഷ്യനൊരു പങ്കുണ്ട്. കാരണം കുട്ടിക്കാലം മുതലേ എൻ്റെ ഒരു വഴികാട്ടിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു സഹകാരിയാണെന്നൊക്കെ പറയുന്ന രീതിയിലാണ് അഷോക എന്നോടൊപ്പം ഉണ്ടായത് സ്കൂളിൽ. ഞാൻ ആദ്യമായിട്ടൊരു നാടകത്തിൽ അഭിനയിക്കുന്നത് അഷോക എഴുതി സംവിധാനം ചെയ്തൊരു നാടകത്തിലാണ്. അപ്പോൾ എന്നെ ഈ കലാപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് അദ്ദേഹത്തോട് ഒരുപാട് കടപ്പാടും നന്ദിയും സ്നേഹമുണ്ട്. പിന്നെ സാധാരണയിലൊക്കെ പലപ്പോഴും സ്കൂൾ കാലഘട്ടം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ ബന്ധപ്പെടാതെ പോകാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ ബന്ധം ഇപ്പോഴും ഒരുപാട് വർഷങ്ങളായിട്ടും അതേപോലെ തന്നെ തുടരുകയാണ്. മറ്റൊരു സുഹൃത്ത് ജോയി, അദ്ദേഹം എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു. അന്ന് ഞങ്ങൾ തമ്മിൽ സ്ഥിരമായിട്ട് വഴക്കൂടുമായിരുന്നു. എന്നെ കുറേയൊക്കെ ഉപദ്രവിച്ചിട്ടുള്ള ഒരാളാണ്. തമാശയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ഒരു തമാശകളല്ലേ. ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം. അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ. ഞാൻ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ വീട് ഞാൻ പറഞ്ഞല്ലോ തൊട്ടടുത്താണ്. അവിടെ പോവും, അവിടെ നിന്ന് കാപ്പി പിടിച്ച് തിരിച്ച് വീണ്ടും സ്കൂളിലേക്ക് തന്നെ വരിക. പിന്നെ ഒരു സന്ധ്യ വരെ സ്കൂളിൽ തന്നെയാണ് എൻ്റെ ഒരു ജീവിതം. അതിൽ കളികളുണ്ടാവും, എന്താ പറയുക, അത്യാവശ്യം കഥയെഴുത്ത്, നാടക പ്രവർത്തനം, പുസ്തക വായന ഒക്കെ അതിലുണ്ട്. പ്രധാനമായിട്ട് കളികളായിരുന്നു. കളികളെന്ന് പറയുമ്പോൾ ഞാൻ ചെറുപ്പത്തിലെ പ്രധാനമായിട്ട് ക്രിക്കറ്റാണ് കളിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ദാവീദേട്ടൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു വളരെ എന്താ പറയുക സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഫാദറിൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ കുട്ടികളുടെ എല്ലാം സുഹൃത്തായിരുന്നു. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് കുട്ടികളുടെ എല്ലാം സുഹൃത്തായിരുന്നു. ഇപ്പോഴും കുട്ടികളുടെ സുഹൃത്താണ്. ഇന്നും വൈകുന്നേരങ്ങളിൽ ദാവീദേട്ടൻ ഈ ഗ്രൗണ്ടിൽ വരാറുണ്ട്. ദാവീദേട്ടൻ കുട്ടികളോടൊപ്പം കളിക്കാറുണ്ട്. അത് കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചര്യയാണ്. ഈ ദാവീദേട്ടനാണ് എന്നെ ക്രിക്കറ്റ് കളി പഠിപ്പിക്കുന്നത്. ഞങ്ങളെയൊക്കെ വോളിബോൾ കളിക്കുക, ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കുക, അങ്ങനെ ഒരുപാട് കളികളുമായിട്ട് ഞങ്ങളെയൊക്കെ പരിചയപ്പെടുത്തിയത് ദാവീദേട്ടനാണ്. അത് കഴിഞ്ഞ് നാടകം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ എൻ്റെ സുഹൃത്ത് അഷ്റഫ്, അദ്ദേഹം എഴുതിയൊരു നാടകത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. പക്ഷേ പിന്നീട് എല്ലാ വർഷവും നാടകങ്ങൾ എഴുതുകയും അഭിനയിക്കുകയൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ നാടകവും പിന്നെ മറ്റ് കലാപ്രവർത്തനങ്ങളുമായിട്ട് ഒരു കയ്യെഴുത്ത് മാസിക ഉണ്ടായിരുന്നു, അതിൻ്റെ എഡിറ്ററായിരുന്നു ഞാൻ. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ 2 വർഷം സ്കൂളിൻ്റെ ഫൈൻ ആർട്സ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളൊക്കെ ശരിക്കും പറയണമെങ്കിൽ അതിൻ്റെ പുറകിൽ എന്നെ പ്രചോദിപ്പിച്ചതിൻ്റെ പുറകിൽ ദാവീദേട്ടനുണ്ടായിരുന്നു, പിന്നെ ഈ അഷ്റഫൊക്കെ ഉണ്ടായിരുന്നു. ഈ മുറ്റത്ത് നിന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന പ്രധാനപ്പെട്ട മുഖം വന്ന് ദാവീദേട്ടൻ. ഇതാണ് ഞാൻ പറഞ്ഞ ദാവീദേട്ടൻ. ഒരുപക്ഷെ എൻ്റെ എന്താ പറയുക സിനിമ കലാജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഓർമ്മിക്കേണ്ട ഒരു വ്യക്തിയാണ് ദാവീദേട്ടൻ. കാരണം ഞാൻ വായന തുടങ്ങുന്നത് ഇത് ഞങ്ങളുടെ നാട്ടിലെ ലൈബ്രറിയാണ്. അന്ന് ഇവിടെ ഇങ്ങനെ ഒരു ഗ്രന്ഥശാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, യങ് മെൻസ് ക്ലബ്ബും ലൈബ്രറിയൊക്കെ ചേർത്തിട്ടായിരുന്നു. ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് പുസ്തകം വായിക്കാൻ വരുന്നത്. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ഉപ്പാപ്പൊക്കെ ഒരു ആനുണ്ടായിരുന്നു, അതാണ് ഞാൻ ആദ്യം വായിക്കുന്ന പുസ്തകം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ. അന്ന് ദാവീദേട്ടനുണ്ട് ലൈബ്രറിയനായിട്ടും. പിന്നീട് ഒരുപാട് കാലം ദാവീദേട്ടൻ ഈ ലൈബ്രറിയുടെ ഒരു ഭാഗമായിരുന്നു. വായനയുടെയും ഒക്കെ വായിക്കാനൊക്കെ പ്രേരിപ്പിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കളി അല്ലേ, ദാവീദേട്ടൻ ഓർമ്മയില്ലേ, കളിയൊക്കെ ക്രിക്കറ്റ് കളിയും വോളിബോളും ഒക്കെ അല്ലേ, എല്ലാ കളിയും ദാവീദേട്ടൻ്റെ ഒരിതാണ്. കാരണം അങ്ങനെ ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റില്ല ഒരു പക്ഷേ. കാരണം നാടകമായാലും നാടകം, പാട്ടായാലും പാട്ട്, ലൈബ്രറിയായിട്ട് ബന്ധപ്പെട്ട അത്, പിന്നെ കളികളും എല്ലാം. വാപ്പയുടെ കൂടെ പഠിച്ചിട്ടില്ല അല്ലേ, എൻ്റെ ഫാദറിൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഈ ദേശത്ത് ദാവീദേട്ടനില്ലാതെ ഒരു പ്രഭാതമില്ല, ഒരു സായാഹ്നമില്ല എന്ന് പറയാം. എന്നിവിടെ വരും അദ്ദേഹം. ഇവിടുത്തെ എല്ലാ മനുഷ്യരുമായിട്ടും അത്രമാത്രം ഇടപഴകി ജീവിക്കുന്ന ഒരു വ്യക്തി. ഇതൊക്കെ ബഷീറിൻ്റെ പുസ്തകങ്ങളാണ്, ഇതൊക്കെ പുതിയ എഡീഷൻസാണ്. ഞാനിപ്പോൾ ആനവാരിയും പൊൻകുരിശും ഇവിടെ അന്വേഷിച്ചു, അത് ആരെ കൊണ്ടുപോയിരിക്കണം വായിക്കാനായിട്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ബഷീറിൻ്റെ കൃതികൾ വായിക്കപ്പെടുന്നു. കാരണം മിക്കവാറും ഏത് ലൈബ്രറി ചെന്നാലും ബഷീറിൻ്റെ പുസ്തകങ്ങൾ അവിടെ ഉണ്ടാവില്ല, ആരെങ്കിലും വായിക്കാൻ കൊണ്ടുപോയിരിക്കും. അത് വലിയ സന്തോഷമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ വായിച്ചു തുടങ്ങിയത് ഇവിടെയാണ്. ഈ എൻ്റെ ഉപ്പാപ്പൊക്കെ ആനുണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആടും, ആനവാരിയും പൊൻകുരിശും തുടങ്ങിയുള്ള ബഷീർ കൃതികളിൽ നിന്നാണ് എൻ്റെ വായന തുടങ്ങുന്നത്. അത് ഈ മുറിയിലായിരുന്നു അന്ന്. കാരണം ഇതൊരു ചെറിയ ലൈബ്രറിയാണ്, ഒരു വായനശാല, നാട്ടുമ്പുറത്തെ വായനശാല തന്നെയാണ്. ഇവിടെ അന്ന് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ കൂടുതൽ വായിക്കുന്നത് ബഷീർ, അത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് കോഴ്സ് അന്ന് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത് മുട്ടത്തുവർക്കിയാണ്. മുട്ടത്തുവർക്കിയുടെ നോവലുകൾ എല്ലാം വായിച്ചിട്ടുണ്ട്. പിന്നെ എസ് കെ പൊറ്റക്കാട്, MT, VKN, അങ്ങനെ തുടങ്ങി. എനിക്ക് തോന്നുന്നത് ഏകദേശം എൻ്റെ ഒരു 10th കഴിയുന്നത് വരെയും എൻ്റെ വായന ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് ഈ
ലൈബ്രറിയിലും ഈ വായനമുറിയിലുമാണ്. അതൊരു പക്ഷേ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ജീവിതത്തെയും എൻ്റെ അഭിരുചികളെയും ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അന്ന് എൻ്റെ മനസ്സിൽ സിനിമയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷേ സിനിമയോട് എനിക്ക് ഭയങ്കര ഭ്രമമായിരുന്നു. അന്ന് ഞങ്ങളിവിടെ ഈ പ്രദേശത്ത് നിന്ന് കൊടുങ്ങല്ലൂർ ടൗണിൽ പോയിട്ടാണ് സിനിമകൾ കാണുക. പക്ഷേ സിനിമയ്ക്ക് അപ്പുറത്ത് അന്ന് എന്നെ ആകർഷിച്ചത് സാഹിത്യം തന്നെയായിരുന്നു, വായന തന്നെയായിരുന്നു, പുസ്തകങ്ങൾ. അത് ഏത് തരത്തിൽപ്പെട്ട പുസ്തകങ്ങളായാലും വായിക്കും. എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ അന്ന് വളരെ പ്രശസ്തമായൊരു കൃതി എന്നുള്ള രീതിയിൽ വായിക്കാൻ ശ്രമിച്ചതാണ്. പിന്നീട് കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് വീണ്ടും അത് വായിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ ആ കാലഘട്ടത്തിൽ ഉറൂബ്, തകഴി, കേശവദേവ് അങ്ങനെയുള്ള അവരുടെയൊക്കെ പ്രധാന കൃതികളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്തിരുന്ന് വായിച്ചു.